ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ. ഇപ്പോൾ 8 മണിയായി എഴുന്നേൽക്കുമ്പോൾ 10 മണിയാകുമ്പോൾ ഏട്ടന് പോയാൽ മതി. അപ്പോൾ പരമാവധി നേരം 8 തന്നെയാണ് എണിക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ചെടികളുണ്ട്. ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് തലോടി ഇരിക്കുകയാണ്. വെള്ളം ഒഴിക്കലൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടേ ഒഴിക്കാറുള്ളൂ. ഇതിൽ 2 കുഞ്ഞ് മീനുണ്ടായിരുന്നു, അത് ചത്തുപോയി. അപ്പോൾ ഞാൻ 2 ഒച്ചിനെ കിട്ടിയത് പിടിച്ചതിൽ ഇട്ടതാണ്. മോനെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് മഞ്ഞൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ബാൽക്കണിയിൽ. അപ്പോൾ അത് ഇന്നലെ രാത്രി തിരിച്ചെടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നും കൂടി വെയിൽ കൊള്ളട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു പുലാവാട്ടോ, വെജിറ്റബിൾ പുലാവ്. ഫ്രോസൺ പീസാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏലക്കായും പട്ടയൊക്കെ ഇട്ടൊന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിലേക്ക് ഈ വെജിറ്റബിൾസ് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ രാവിലത്തെ വെള്ളം കൂടി നടക്കുന്നുണ്ട്. ഇച്ചിരി ചൂടുള്ള വെള്ളം ഇതുപോലെ കപ്പിലായി, ആദ്യം കുപ്പിയിലൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ അതൊന്നും കുടിക്കൽ നടക്കണില്ല. അപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒരു കപ്പിൽ വെക്കും. അപ്പോൾ അതാവുമ്പോൾ വേഗം നമ്മൾ പണി ചെയ്യണതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഇതിട്ടിട്ട് ഒന്നും കൂടി നന്നായി വഴറ്റുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യാം. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പുലാവിന്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി, ഞാനൊരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിക്കും കുറച്ച്. അപ്പോൾ ഇതിലേക്ക് ഒരു പകുതി തക്കാളി മതി. പിന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് പൊട്ടറ്റോ കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായി ഇളക്കാം. പൊട്ടറ്റോ ഒക്കെ അതിലേക്ക് അതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിക്കണം ഈ പൊട്ടറ്റോയിലേക്ക്. അതിനുശേഷം കുറച്ച് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈരൊക്കെ മതി കേട്ടോ. ഞാൻ അതിൽ നിന്ന് തന്നെ നേരിട്ട് എടുക്കുകയാണ്. ഒരു 2 വലിയ സ്പൂൺ തൈര് ഒഴിക്കാം. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് എടുത്തിടുക. അപ്പോൾ ഞാൻ ജീര റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് റൈസ് ആയാലും മതി കേട്ടോ. ബസ്മതി റൈസ് ആയാലും നമ്മുടെ സോന മസൂരിയുടെ റോ റൈസ് ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഇച്ചിരി ഡ്രൈ ആവുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്നും ഇവിടെ ഇരുന്ന് ഡ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാം. കുറച്ച് ബ്രെഡ് ഫ്രിഡ്ജിൽ ഇരുന്നായിരുന്നു. വീറ്റ് ബ്രെഡാണ്, വൈറ്റ് ബ്രെഡ് ആട്ടോ ഫ്രഞ്ച് ടോസ്റ്റിന് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പാലൊഴിച്ചു, അതിലേക്കൊരു മുട്ട ഇട്ടു. മഞ്ഞയും വെള്ളയൊന്നും വേറെ ആക്കാറില്ല കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര എത്രയും കുറച്ച് യൂസ് ചെയ്യണോ അത്രയും നല്ലത്. ഞാൻ കുറച്ച് ഇട്ടു. ബാക്കി പിന്നെ കുറച്ച് തേൻ ഒഴിക്കാമെന്ന് വിചാരിച്ചു. തേൻ ഒഴിക്കാൻ നോക്കിയപ്പോഴാണ് തേൻ വളരെ കുറച്ചേ ഉള്ളൂ, കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഫ്രിഡ്ജിലിരുന്നായിരുന്നു. അപ്പോൾ അതെടുത്തൊഴിച്ചു. പിന്നെ ആ ബ്രെഡിന് ഇച്ചിരി മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഗോതമ്പ് പൊടിയും കൂടി ഇട്ടു. മൈദ വേണമെങ്കിൽ ഇടാം, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ. മൈദ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഗോതമ്പ് പൊടിയാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വിസ്ക് യൂസ് ചെയ്തിട്ട്. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിന് 1.25 കപ്പ് എന്നുള്ള രീതിയിൽ നല്ല തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് നന്നായി ഒന്ന് മൂടി വയ്ക്കുക. നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പുലാവ് റെഡി ആയിരിക്കും. അപ്പോൾ വാഷ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വാഷ് ബേസിനിലേക്ക് മാറ്റാം, ഇനി യൂസ് ചെയ്യേണ്ടെന്നുള്ളത്. അതിനുശേഷം ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിലൊന്ന് നന്നായി മുക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് വേണം നമ്മൾ അതിൽ മുക്കിയിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് പൊട്ടും.
ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തപ്പോഴാണ് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലത്തെ ബ്രെഡുകളൊക്കെ പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. അത് കൊണ്ടുവരുമ്പോൾ ആ ബാഗിലിട്ടിട്ട് എന്താണോന്ന് അറിയില്ല, ആകെ പൊട്ടിയിട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു അപ്പം പോലെ അല്ലെങ്കിൽ ഒരു കേക്ക് പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബാക്കിയുള്ള ബ്രെഡൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ 2 അടി അടിച്ചു. അപ്പോൾ അത് നല്ല പൊടിയായി. ഇങ്ങനെ നന്നായി പൊടിച്ച ഈ ബ്രെഡിലേക്ക് ഞാനൊരു മുട്ട ഇട്ടു. അതിന് ശേഷം കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ബേക്കിംഗ് പൗഡർ ഇട്ടു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടു. പിന്നെ കുറച്ച് വാനില എസൻസ്, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ല, അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസ് ഇട്ടു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഒക്കെ എന്താ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ യൂസ് ചെയ്യണത് 2 ടേബിൾ സ്പൂൺ കേടാണ്. നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ കുറച്ച് ശർക്കരയുടെ പൊടിയാണ്. ബ്രൗൺ ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സാധാരണ പഞ്ചസാര ആണെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് വെള്ളം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിൽ വീണ്ടും ഒരു അടിച്ചു. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന അതേ കൺസിസ്റ്റൻസിയിൽ വേണം മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ബദാമും കുറച്ച് ഈത്തപ്പഴം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ടോസ്റ്റ് ഒരു അടുപ്പിൽ അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് അപ്പം അല്ലെങ്കിൽ ബ്രെഡ് കേക്ക് എന്താണെങ്കിൽ പറയാം, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു. അപ്പോൾ അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ മിക്സ് അതിലേക്ക് എടുത്ത് ഒഴിക്കുക. നന്നായി ചൂടായ പാത്രമായിരിക്കണം. അതുപോലെ തന്നെ ബാറ്ററിന് ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് മൂടി വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെഡ് അപ്പം റെഡി ആയിട്ടുണ്ടാവും. പുലാവിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇന്നലെ ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചിക്കനായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് സോസും കൂടി ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതാണ്. പിന്നെ പുലാവിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സാലഡും ഉണ്ട്, കുക്കുംബർ സാലഡും കൂടിയിട്ട് കൊടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുക്കുംബറാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചായക്ക് പാല് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് അപ്പം ഒരുവിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട്, അടിഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുട്ടപ്പനായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോഴും കമ്പ്യൂട്ടർ മുമ്പിലുണ്ടാവും കേട്ടോ. രാവിലെ ഇതും തുറന്നു വെച്ചു, പാട്ടുപെട്ടി തുറന്നു വെക്കുമെന്ന് പറയും ഞാൻ. അതും തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കാണ്. പുലാവ് വെച്ചു, ചിക്കൻ വെച്ചു. ഇത് കുറച്ച് പൈനാപ്പിളാണ്. ഇത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞ് ബോക്സിൽ ഫ്രൂട്ട്സും കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ ബ്രെഡ് അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും നന്നായി മൊരിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ഒപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മുടെ റൊട്ടിയൊക്കെ പൊട്ടിയതും അങ്ങനത്തെയൊക്കെ ആട്ടോ. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ ഒരാളിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഒരു കയ്യിൽ മൊബൈലാണ്, മുമ്പിൽ ലാപ്ടോപ്പാണ്. ഇത് സ്ഥിരമാട്ടോ ഇവിടുത്തെ. അപ്പം ഞാൻ ബ്രെഡ് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി. ഏട്ടനൊരു കഷ്ണം കൊടുത്തു. നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയി. അത് കഴിഞ്ഞിട്ടുള്ള കിച്ചൻ്റെ അവസ്ഥയാണിത്. എല്ലാതും ഇങ്ങനെ ചറപറാന്ന് ഇരിക്കുന്നുണ്ട്. സിങ്കിലാണെങ്കിൽ ഒരു കുന്ന് പാത്രമുണ്ട്. അപ്പോൾ നമ്മുടെ തക്കു എഴുന്നേറ്റിട്ടുണ്ട്. അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഏട്ടൻ പോവുക. അപ്പോൾ അതാ പല്ല് തേപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡ് അപ്പം കൊടുത്തു. അത് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നല്ല കുട്ടിയായിട്ട് അതിരുന്ന് തിന്നെയാണ്. ഞാൻ വേഗം തന്നെ ഭയങ്കര വൃത്തികേടായി കിടക്കുന്ന കിച്ചൺ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടിട്ടു. പിന്നെ സ്നാക്ക് ബോക്സ് റെഡിയാക്കുകയാണ്, തക്കുവിൻ്റെ സ്നാക്ക് ബോക്സ്. അപ്പോൾ അവൻ്റെ ടൈമിങ് 11:30 ആണ്. 11:30ക്കാണ് അവൻ്റെ ക്ലാസ് തുടങ്ങുക. അപ്പോൾ 11 o'clock വണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് സ്നാക്ക് ബോക്സ് റെഡിയാക്കുകയാണ്. ഇത് ഇഡ്ഡലിയാണ്, അതിങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാരയാണ് കൂടെ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്നട്ടും. ഡ്രസ്സ് മാറണമെങ്കിൽ ഒരു യുദ്ധമാണ്. ക്രീമൊന്നും തേക്കേണ്ടത് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈ ആവുന്ന ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ക്രീമൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിതാ ഇറങ്ങുകയാണ്.
വാതിൽ പൂട്ടി ഗേറ്റിൻ്റെ അവിടെയാണ് വണ്ടി വരിക. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ പോണ പോക്കിന് തന്നെ എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് പോണ പ്രാവും പൂമ്പാറ്റോടും ഒക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ അവൻ്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള കുറച്ച് നേരം ഞാൻ നടക്കും, താഴെ ഗ്രൗണ്ടിൽ നടക്കും. ഒരു 20 മിനിറ്റാണ് നടക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന വീടിൻ്റെ അവസ്ഥയാണിത്. മൊത്തം ഒരു അലങ്കോലമായിട്ടാണ് എല്ലാ റൂമും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്നേന്ന് തുടങ്ങി അടക്കി പറക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. പിന്നെ ഉള്ളത് കഴുകാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇടും. അപ്പോൾ പിന്നെ അത് ആയിക്കോളുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒതുക്കൽ പരിപാടിയൊക്കെ ചെയ്യും. ആദ്യം സിറ്റ് ഔട്ടിൽ തന്നെ പിടിക്കും. അങ്ങനെ അവിടുന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ ഓരോ റൂമായിട്ട് പോവും. റൂം വൃത്തിയാക്കുമ്പോൾ കിട്ടുന്നത് മുഴുവൻ എൻ്റെ ടോയ്സ് ആയിരിക്കും കേട്ടോ. എല്ലാ മുക്കും മൂലയിലും എൻ്റെ ടോയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്നെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. പിന്നെ തുണികൾ തലേദിവസം മടക്കാനുള്ള കുറേ തുണികളുണ്ടായിരിക്കും. ഒന്നരാടേ ഞാൻ തിരുമ്പാറുള്ളൂ. അപ്പോൾ അത്രയധികം ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മടക്കി വയ്ക്കും. പിന്നെ അത് ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പണി. ചില സമയത്ത് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ മടക്കി വയ്ക്കും, കൊണ്ടുവയ്ക്കാൻ മടിയിട്ട് അങ്ങനെ ഇരിക്കും. കുറേ കാര്യങ്ങൾക്കൊക്കെ ബാസ്ക്കറ്റ് പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് സുഖമാണ്. നമ്മൾ അത്രയധികം മടക്കിയില്ലെങ്കിലും അങ്ങനെ വേഗം അതിലിട്ട് കഴിഞ്ഞാൽ കുറേ പണി കഴിഞ്ഞു കിട്ടും. പിന്നെ നമ്മുടെ ബെഡ് വിരിച്ചിടലാണ്. ബെഡ് വിരിച്ചിടുക എന്ന് പറഞ്ഞാൽ പണ്ട് എപ്പോഴും ചീത്ത കിട്ടാറുന്ന ഒരു കാര്യമാണ്. മര്യാദയ്ക്ക് ബെഡിൻ്റെ മുകളിൽ എല്ലാതും വലിച്ചു വാരിയിടും. നമ്മൾ സ്കൂളിൽ പോയി വന്ന ഡ്രസ്സും ബുക്സും ഒക്കെ കട്ടിലിൻ്റെ മുകളിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നും അവിടെ നിന്ന് ചീത്ത വെക്കും. നമുക്കൊരു വീടായി നമ്മളുടെ ബെഡ് മറ്റുള്ളവർ ഹസ്ബൻഡും മോനൊക്കെ അത് വലിച്ചു വാരി ഇടുന്ന സമയത്താണ് നമുക്കത് ഭംഗിയാക്കി ഇടണം എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. അപ്പോൾ പരമാവധി ഞാൻ എല്ലാ ദിവസവും നന്നായി വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട്. അത് വിരിച്ചിട്ടിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഞാനും ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവാറുണ്ട്. എല്ലാം ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ വീഡിയോസും അതുപോലെ തന്നെയാണ്. ആർക്കെങ്കിലും ഒക്കെ ബെഡ് നന്നായി വിരിച്ചിടാനും അതുപോലെ തന്നെ വൃത്തിയാക്കി വെക്കാനും ഒക്കെ ഒരു മോട്ടിവേഷൻ ആയെങ്കിൽ അത് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ ഒരുവിധം എല്ലാ വീടൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. വൃത്തിയാക്കി ഇടാന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലും ഇല്ലാതെ ഇടാന്നല്ല കേട്ടോ അർത്ഥം. എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കുക, അടക്കി ഒതുക്കി വെക്കുക, എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലേസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. തുണികളും കൂടി വിരിക്കാനുണ്ട്. അപ്പോൾ അതും വിരിച്ചു. അടിക്കാനും തുടയ്ക്കാനും ഒരു ചേച്ചി വരും കേട്ടോ. അപ്പോൾ ആ ചേച്ചി വന്നിട്ടാണ് അടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്യുക. അപ്പോൾ തുണികളും കൂടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി മോനെ കൊണ്ടുവരാൻ പോകണം, തിരിച്ചു കൊണ്ടുവരാൻ പോകണം. അപ്പോൾ അത് ആ വാതിൽ പൂട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി മോനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അവനെ കുളിപ്പിക്കൽ, ഭക്ഷണം കൊടുക്കൽ, ഉറക്കൽ, അങ്ങനെ പോകും. അപ്പോൾ ഇതൊരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.